ഏവർക്കും നമ്മുടെ ചിഹ്നത്തിലേക്ക് സ്വാഗതം. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് വല്ലാർത്തപ്പടിയിൽ നിന്ന് ആണ് ഇന്ന് നമ്മുടെ ചിഹ്നം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്നും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് മാഷാണ് ഇന്ന് നമുക്കൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തെ സ്വാഗതം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് നിലവിലെ സ്ഥിതി? ഞാനിവിടെ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് വല്ലാർത്തപ്പടി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു മത്സരരംഗത്ത് എത്തുന്നത്. നല്ല പ്രതീക്ഷയാണ് എനിക്ക് ഈ വാർഡിൽ ഉള്ളത്. പിന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള വലതുപക്ഷ ഭരണകൂടത്തിൻ്റെയൊക്കെ നിലപാടുകൾ നമുക്ക് അനുകൂലമായിട്ട് മാറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും ഇവിടെ വേണ്ടത്ര UDFൻ്റെ മെമ്പറാണുള്ളത്. വേണ്ടത്ര ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിലുണ്ട്. പറയുമ്പോൾ പഞ്ചായത്തിൽ വലിയ വികസനങ്ങൾ പഞ്ചായത്ത് ഭരണകൂടം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടത്ര രീതിയിൽ എത്തിക്കുന്നതിന് ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ജനങ്ങളിൽ ഒരു മനോഭാവം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ഒരു സമീപനം എന്നെ സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഇപ്പോൾ രാജീവ് മാസ്റ്റർ പറയണ്ടായി, ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറയണ്ടായി, വാർഡുകൾക്കൊരു ഇപ്പോൾ UDFൻ്റെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർമാരാണെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ ഒരു വിഹിതം പങ്കുവയ്ക്കുന്നതിൽ വേർതിരിവ് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് പഞ്ചായത്ത് ഒരേ കാഴ്ചപ്പാടോടെയാണ് കണ്ടെന്നുള്ളതാണ് പറയണ്ടായി. അപ്പോൾ അങ്ങനെ ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഒരേപോലെ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല? അങ്ങനെയല്ല, അതെ, ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴും ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്കൊരുപാട് വിഹിതങ്ങൾ ഇങ്ങനെ ഓരോ വാർഡിലും വരുന്നുണ്ട്. പ്രസിഡൻ്റായിരുന്ന രാജീവ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇത് വരുന്നത് വളരെ സമർത്ഥമായിട്ട് അതിൻ്റെതായ രീതിയിൽ വിനിയോഗിക്കാൻ ഓരോ മെമ്പർമാർക്കും സാധിക്കണം. അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് പറയുന്നത്. ആ കാഴ്ചപ്പാടിനകത്ത് കാഴ്ചപ്പാടുകളകത്ത് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് പരാതികളായിട്ടുണ്ടോ? ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല? തീർച്ചയായിട്ടും ഉണ്ട്. അത്തരം വികസനങ്ങൾ പലതും പല രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഈ 17-ാം വാർഡിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ എന്ത് പറഞ്ഞിട്ടാണ് നേരിടുന്നത്? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഇപ്പം നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള സമഗ്രമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാർഡ് എന്ന് പറയുന്നത് 17-ാം വാർഡ് എന്ന് പറയുന്നത് ഇവിടെ പറമ്പംകുളം മുതൽ ഇങ്ങോട്ട് പല്ലിക്കണ്ടം വരെയുള്ള നീണ്ടു കിടക്കുന്ന വിശാലമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ, ഇവിടേക്ക് നമ്മൾ പഞ്ചായത്തിൽ ഇവിടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ നമ്മുടെ ആ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് പല്ലിക്കണ്ടം ആ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് വളഞ്ഞ വഴിയിലൂടെ വരണം. അതുകൊണ്ട് ഈ പഞ്ചായത്തുമായിട്ടൊരു കണക്ഷൻ സത്യത്തിൽ ഈ ജനങ്ങൾക്കില്ല. അപ്പോൾ റോഡ് ഏറ്റവും പ്രധാനമാണ്. ഈ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് ഒന്ന് ശരിയാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ ആ ഭാഗത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം, ആ ഭാഗം എന്നല്ല, ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഭാഗത്തുള്ള ഒരു പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അത് വേണ്ട രീതിയിൽ ഇടപെട്ട്
നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കൂടാതെ പുതിയ കുടിവെള്ള പദ്ധതി വരുന്നതോടെ ഇതിനൊക്കെ പരിഹാരമാവോ? പുതിയ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി ഒരു ഭൂരിഭാഗം പ്രദേശത്ത് അതിനൊരു പരിഹാരമാവും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മലഭാഗത്ത് അങ്ങോട്ട് മറ്റു സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാലാണ് അത് കാര്യക്ഷമമായിട്ട് വിജയിക്കുകയുള്ളൂ. അതും ബന്ധപ്പെട്ട് മറ്റ് ഭാഗത്തുള്ള കുടിവെള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് ചെയ്യാനുള്ള ചില മാർഗങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് വിജയിക്കും തന്നെയാണ്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവിടേക്ക് ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു ഭാഗം അങ്ങോട്ട് നീക്കി വെച്ച് അത് ഒരു പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ വാർഡ് UDFിൻ്റെ പേരിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ വലിയൊരു എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ തന്നെയാണ്? 100% ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾ മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട്. അത് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 100% വിജയിക്കുന്ന തന്നെയാണ് എൻ്റെ ഉറപ്പ്. ആ വിജയം ഉറപ്പിച്ചാൽ നമ്മൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് റോഡ്, കുടിവെള്ളം, അതുപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ രോഗികൾക്കും വയസ്സായവർക്കൊക്കെയുള്ള എല്ലാ രീതിയിലുള്ള പഞ്ചായത്തിൽ നിന്നും മറ്റും കിട്ടാവുന്ന എല്ലാ സഹായവും നമ്മൾ വാങ്ങിക്കൊടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഇടതുപക്ഷ അനുഭവിയായിരുന്നു എന്ന് പറഞ്ഞു. ഒരു മത്സരരംഗത്തേക്ക് മത്സരിക്കണം, ജനപ്രതിനിധിയായി വരണം, അത്തരം ഒരു ആഗ്രഹത്തിലേക്ക് എത്തേണ്ടായ ഒരു പ്രചോദനമായിട്ടുള്ളത് എന്തായിരുന്നു കാരണം? ഒന്ന്, മത്സരരംഗത്ത് എത്തുക എന്നുള്ളത് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് നമ്മുടെ പാർട്ടിയുടെ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ അവരുടെ ഒരു നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ഇലക്ഷനിലേക്ക് വരുന്നത്, തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അത് വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മളോട് ആളുകൾ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇതുകൂടി ആകുമ്പോൾ നമുക്ക് ഒരു ശക്തി കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഇതിലൊരു സന്തോഷമാണ് നമുക്കുള്ളത്. പിന്നെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഇതിന് നമ്മളതിൻ്റെ റിസൾട്ടുകളല്ല, വളരെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഈ സമയത്ത് എനിക്കുള്ളത്. വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഉണ്ടായിരുന്നു. സജീവം എന്ന് പറഞ്ഞാൽ ഞാൻ SFIയിലായിരുന്നു. പിന്നീട് എങ്കിലും അത്ര സജീവമായിട്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. SFIയുടെ പ്രവർത്തകനായിരുന്നു. പിന്നെ പാർട്ടി അനുഭാവിയിൽ നിന്ന് പിന്നീട് ഇപ്പോൾ പാർട്ടി മെമ്പറായിട്ടൊക്കെ നിൽക്കുക. ഒരു പാർട്ടിയോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഇടതുപക്ഷ ഒരു കുടുംബമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പം മുതലേ തന്നെ നമുക്ക് പാർട്ടിയോടും അതുമായിട്ട് വളരെ ബന്ധമുള്ള ആളാണ്. കഴിഞ്ഞ ഒരു 40 വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്ന UDF സംവിധാനമായിരുന്നു. കഴിഞ്ഞൊരു തവണയാണ് LDF തിരിച്ചു പിടിച്ചത്. ഇത്തവണ എന്താണ് പ്രതീക്ഷകൾ? ഈ 5 വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി വലിയ വികസനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ രംഗത്തും. ഇപ്പോൾ അതിലിപ്പോൾ ഈ അവസാനം വന്നൊന്നും നമുക്കറിയാം, കുടിവെള്ള പദ്ധതി, ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതി നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് കൂടി എത്തിക്കുന്നതിന് നമ്മുടെ ഭരണസമിതിക്ക്, ഇടതുപക്ഷ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ വീടുകൾ നൽകുന്നതിൽ, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിൽ, റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിലുള്ള കാര്യത്തിൽ, ഇതിലൊക്കെ ഈ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ വളരെ സംതൃപ്തരാണ്. ഇനിയും അത് തുടർന്നു പോകാൻ ഈ ഭരണസമിതിയെ നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ സംശയമില്ലാതെ പറയാൻ കഴിയും. ഒരു രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ 14-ാം തീയതി തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വിധി എഴുതും. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ കൂടി ഈ വാർഡിനകത്ത് ചർച്ചയാകുന്നുണ്ടോ? രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വികസന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾക്കും നമുക്ക് പറയാനുള്ള എല്ലാ അർഹതയുണ്ട്. അത് പറയുന്നുണ്ട്. കാരണം ഇതുവരെ നടന്ന മറ്റ് ഭരണങ്ങൾക്കൊക്കെ അപേക്ഷിച്ച് ആളുകൾ വിലയിരുത്തല്ലോ. ആ വിലയിരുത്തൽ നടത്തുമ്പോൾ
നമുക്ക് 100 മാർക്കും ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ ഇലക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വാർഡിലെ ജനങ്ങളോടായിട്ട് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ 17-ാം വാർഡിൽ നമ്മുടെ വലാർത്തപ്പടി എടയൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നവരെല്ലാവർക്കും അറിയാം. നമ്മുടെ പഞ്ചായത്തിൻ്റെ, നമ്മുടെ വാർഡിൻ്റെ, വലാർത്തപ്പടി വാർഡിൻ്റെ സമഗ്ര വികസനത്തിന്, അതായത് കുടിവെള്ളം, റോഡ്, അതുപോലെ തന്നെ വീടുകളുടെ നിർമ്മാണം, കുട്ടികളുടെയും സ്ത്രീകളുടെയും അതുപോലെ തന്നെ വാർദ്ധക്യം ബാധിച്ചവരുടെയും സഹായം, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ, ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള എല്ലാ മേഖലയിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യാതൊരു തരത്തിലുള്ള തരംതിരിവുമില്ലാതെ, യാതൊരു പക്ഷപാതവുമില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടാവണം. എന്നെ നമ്മുടെ ചിഹ്നമായിട്ടുള്ള, നമ്മുടെ ചിഹ്നം കുടയാണ്, ആ കുട അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നാണ് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. UDFൻ്റെ കയ്യിൽ നിന്നും ഈ വാർഡ് തിരിച്ച് പിടിക്കുക എന്ന ഉത്തരവാദിത്വം തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേഷ് മാഷ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 17-ാം വാർഡിൽ നിന്ന് LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് മാഷാണ് നമ്മോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ ചിഹ്നത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.